ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തും ഇതിന്റെ രണ്ട് ടയർ. ജസീല നീ വളരെ നന്നായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്തോടെ അടുപ്പിച്ചിട്ട് വളച്ചോ. അപ്പുറത്ത് നല്ല വണ്ടിയാണ്. ആക്സിലേറ്റർ ആട് മലയാളം സംസാരിക്കും. ഇപ്പം ജസീലെന്ന് വേണമെങ്കിൽ ആട് വിളിക്കും. ആക്സിലേറ്റർ കൊടുക്കല്ലേ നേരെ കാട്ടിലേക്ക് പോകും. അത് നമ്മിപ്പോ അഞ്ചാമത്തെ ഗിയറിൽ ഉള്ളതെങ്കിൽ പെട്ടെന്ന് മുമ്പിൽ വണ്ടി എന്നാ നിർത്താൻ വേണ്ടി ഒരിക്കലും മറ്റുള്ളവർ നന്നാവാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത്തരം ആൾക്കാർ. 5 വിട്ട 3-ലാവും. അതായത് ന്യൂട്രൽ നമുക്ക് റോഡിലേക്ക് എടുക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ റോഡിലേക്ക് നമ്മളിപ്പം ചെറിയൊരു കയറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് എടുക്കണ്ടേ. അപ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ടിട്ടാണ് ഉള്ളത്. ഇനി ക്ലച്ചിന്ന് അതായത് ബ്രേക്കും ചവിട്ടണം ക്ലച്ചും ചവിട്ടണം. വണ്ടി കുറച്ച് കയറ്റത്തിലാണ് ഉള്ളത്. അല്ലാണ്ട് നമ്മളിപ്പം ക്ലച്ച് മാത്രം എടുക്കുക വണ്ടി ബാക്കോട്ട് പോകും. ബേക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അതിനടിക്കും. നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ചിന്ന് ചെറുങ്ങനെ കാലെടുക്കുക. ബ്രേക്കും ചവിട്ടിയിട്ട് തന്നെ ഉണ്ടാവണം. ക്ലച്ചിൽ നിന്ന് ചെറുങ്ങനെ കാലെടുക്കുമ്പോൾ ഇതിനൊരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ വരുന്ന ടൈമിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ട് പോകില്ല. വണ്ടി ക്ലച്ചിൽ നിൽക്കും. ആ ടൈമിൽ നമ്മൾ ആക്സിലേറ്റർ മെല്ലെ കൊടുത്താൽ വണ്ടി കയറി പോയിക്കോളും. ഇപ്പൊ നമുക്ക് റൈറ്റിലേക്ക് ക്ലച്ചിൽ നിന്ന് നല്ല കാലെടുത്താൽ മതി. ഇപ്പൊ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ കിട്ടും, താഴോട്ടേക്ക് കിട്ടും. ഇനി ഫുള്ള് ഓടിച്ചാൽ അപ്പുറത്തേന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. ഇനി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തു. വൈബ്രേഷൻ വന്നില്ലേ, ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പം ബ്രേക്കിന് കാലെടുത്തു. ആക്സിലേറ്റർ കൊടുക്കണ്ട. ബസ് വരുന്നുണ്ട്. അതായത് ഇനിയിപ്പം ഇതിൽ തന്നെ പോകും, ക്ലച്ച് തന്നെ പോകും. ഓട്ടോ കൂടി പോട്ടു. ഓക്കെ, ഇനി വിടാം. അതായത് ഇനി ബ്രേക്കിന് കാലെടുത്തോ. ഇപ്പം വണ്ടി ഓഫായി. ഇനി ക്ലച്ച് ഓട്ടിട്ട് സ്റ്റാർട്ട് ആയിക്കോ. ബ്രേക്കും ചോട്ടിക്കോ. അതായത് ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ഇപ്പം നമുക്ക് കയറ്റത്തിൽ നിന്ന് കയറി കഴിഞ്ഞില്ലേ, ചെറുങ്ങനെ ഉണ്ടല്ലേ. അപ്പം ബ്രേക്ക് ഓട്ടിക്കോ. ഇനി ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തോ. അപ്പോൾ വൈബ്രേഷൻ വരുന്ന ടൈമിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ മതി. ആ ക്ലച്ച് ഇളക്കി അതിന് ബ്രേക്ക് ഇളക്കി. ഓക്കെ കയറ്റി റോഡിലേക്ക് കയറിയാലും അപ്പുറത്തെ സൈഡാണ് നമ്മളത്. അതായത് ബൈക്ക് ഓടിക്കാനൊക്കെ അത്രയും പെട്ടെന്ന് കാർ ഓടിക്കാനോ അതായത് എല്ലാം സംഭവം ഓക്കെയാണ്. പക്ഷെ ബ്രേക്ക് മറ്റേ ബൈക്കിൽ കൈ കൊണ്ടാണ് ക്ലച്ച് ഓടിക്കുന്നത്, കാറിൽ കാലുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടുന്നത്. അത്ര ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗിയർ മാറ്റുന്നത് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ രീതിയിൽ മാറ്റണം, ബൈക്കിൽ കാലുകൊണ്ട് മാറ്റണം. റോഡെല്ലാം ഏകദേശം ലെവലാണ്. നമ്മൾ ട്രൈ ആക്കി നോക്കിയതാണ്. 2-3-5 പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ റോഡിലേക്ക് ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. തേർഡിലേക്ക് ഇട്ട് തേർഡ് നേരെ ഫോർത്തിലേക്ക് ഇടാം. 40 കഴിഞ്ഞാൽ ഫോർത്തിലേക്ക് ഇടാം. കാരണം ഇപ്പം നല്ല സ്മൂത്ത് റോഡാണ്, വേറെ വണ്ടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ജസ്റ്റ് ഒന്നും കൂടി ചവിട്ടി കൊടുത്തിട്ട് ഇവരെ 50-ലേക്കെല്ലാം എത്തിച്ചു. 5-ാമത്തെ ഗിയറിലേക്ക് ഒരു 60, അതിന് 5-ലേക്ക് ഇടാം. 5 വിട്ട 3-ലാവും. അതായത് ന്യൂട്രൽ നമ്മളിപ്പോൾ ന്യൂട്രലിലേക്ക് കൊണ്ടുവന്നിട്ട് വണ്ടി പെട്ടെന്ന് മുമ്പിലുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടിയിട്ട് ബ്രേക്ക് ഓടിയിട്ട് സെക്കൻഡിലേക്ക് ഇട്ടാൽ ഓക്കെ. അങ്ങനെ ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കണം, നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ആ വണ്ടിയാണെന്ന് ബസ് നിർത്തും. അപ്പോൾ ജസ്റ്റ് വണ്ടി സ്ലോ ആക്കിക്കോ. അപ്പോൾ ഇപ്പം 40-ലെത്തി. ഒന്ന് ജസ്റ്റ് തേർഡിലേക്ക് ഇട്ടു. നല്ലോണം സ്ലോ ആയിട്ട് ഓക്കെ. വണ്ടി ബസ്സാട് നിർത്തും. ഉണ്ടോ ക്ലച്ച് ഔട്ട്. ഇനി സെക്കൻഡ് വണ്ടി തേർഡിൽ പോകില്ല. ഗിയർ ഏകദേശം ഓക്കെ. അത് നമ്മളിപ്പോൾ 5-ാമത്തെ ഗിയറിൽ ഉള്ളതെങ്കിൽ പെട്ടെന്ന് മുമ്പിൽ വണ്ടി എന്നാൽ നിർത്താൻ വേണ്ടി 4-ലേക്ക് ഇട്ട് പിന്നെ 3 പിന്നെ 2 അങ്ങനെ ആവശ്യമില്ല. നേരെ സ്ട്രെയിറ്റ് സെക്കൻഡിലേക്ക് നമുക്ക് ഇടാം. ഇപ്പം നമ്മൾ 4-ലേക്ക് വരേണ്ട ആവശ്യമില്ല. മുമ്പിൽ വണ്ടിയിലോട്ട് 3-ൽ പോകും, 4-ൽ പോകില്ല. കാരണം നമ്മൾ സ്പീഡിലാണെങ്കിൽ 4-ാമത്തേലും 5-ാമത്തേലും കയറ്റാൻ കയറും. ബൈക്ക് പോലെയാണ്. ബൈക്ക് എങ്ങനെ ഓടിക്കുന്നത് സെയിം സംഭവമാണ്. ഈ ഗിയറും ക്ലച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ. വണ്ടി നോക്കണം, വണ്ടിയില്ല. നേരെ കയറ്റി എടുത്തു.
വണ്ടിയുടെ സ്പീഡ് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതൊക്കെ ഇത്രയും നാള് ഓടിച്ചത് അത് ഗിയർ മാറ്റും, അതിന് ആക്സിലേറ്റർ കൊടുക്കാൻ അതന്നെ. പക്ഷെ അന്നേരം ആ ടൈമിൽ വണ്ടി നല്ലോണം സ്ലോ. ഇപ്പൊ 4ാമത്തെ ഗിയറിലേക്ക് ഇട്ടിട്ട് കുറെ ടൈം അവിടെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാണ്ട് എന്നാലും വണ്ടി സ്ലോ ആയി, പിന്നെ വണ്ടി ഓഫ്. ഇപ്പൊ അതെല്ലാം ഓക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് മറ്റേ ഫുള്ളായിട്ട് ടേൺ ചെയ്യേണ്ടി നോക്കാം. ഫസ്റ്റിലേക്ക് ഇട്ട് ഇൻഡിക്കേറ്റർ ഇട്ടോ, ബാക്കൊന്നും മുമ്പൊന്നും വണ്ടിയൊന്നും വരുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഓടിച്ചോ. ഫസ്റ്റ് ഫുള്ളായിട്ട് ഓടിച്ചതിന് ശേഷം ജസ്റ്റ് ബ്രേക്കിൽ നിന്നെല്ലാം കാലെടുത്തോ, നേരെ റോഡിലല്ലേ. അതായത് ഇനി ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ ഫുൾ ഓടിന് കിട്ടും. ഫുൾ ഓടിയില്ല, നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വരും. വണ്ടി ഇപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട്, അതിന് ഫുൾ ഓടിച്ചോ. ആക്സിലേറ്റർ കൊടുക്കല്ലേ, ആക്സിലേറ്റർ കൊടുക്കല്ലേ, നേരെ കാട്ടിലേക്ക് പോകും. ക്ലച്ച് മാത്രം ഇളക്കിയാൽ മതി. ഓക്കെ, പോട്ട് ബസ് വരുന്നുണ്ടല്ലേ. വരുന്നില്ല. ഇനി റിവേഴ്സ് ഇട്ടോ. റിവേഴ്സ് അതായത് ഫസ്റ്റിലേക്ക് തന്നെ എടുക്കുക. ഫസ്റ്റിന് ഞാൻ റിവേഴ്സ് ഇട്ടത് അതിന് അടുക്കേക്ക് ആക്കിയിട്ട് ന്യൂട്രലിലേക്ക് നടക്കി ഇനി അങ്ങോട്ടേക്ക് ബാക്കോട്ട്. അത്രയും പണി. ഇനി ഫുള്ള് ഈ ഭാഗത്തേക്ക് കുടിച്ചോ. ഇപ്പൊ എങ്ങോട്ട് വീണ് സ്പോട്ടിൽ ക്ലച്ച് ഓടിച്ച് ബ്രേക്ക് പിടിച്ചോട്ടെ. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ആ വണ്ടി രണ്ട് പോട്ടെന്നാണ്. രണ്ട് വണ്ടി വരുന്നത് പോകൂലേ. ആക്സിലേറ്റർ കൊടുക്കേ വേണ്ട. ഇത് കാലെടുത്തു ബൈക്ക് നാലെടുത്തു കുറച്ചുകൂടി. ഇനി ഫസ്റ്റിലേക്ക് ഇട്ടു. ഫുൾ ഓടിക്കും, ഫുള്ള് തിരിക്കും, ഫുൾ ഓടിച്ചിട്ട് ബ്രേക്കൊന്നും കാലിട്ടു. ബ്രേക്ക് നേരെയാക്കാം. ഓക്കെ ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് സെക്കൻഡ് തേർഡ് ഫോർത്ത്. നീ വളക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് ഞാൻ ആ ഒരു മൈൻഡിലായി. പക്ഷെ ക്ലച്ചോടെ ബ്രേക്ക് നോക്കേണ്ടി വന്നില്ല, ഞാൻ കുടിച്ചില്ലേ. ഓക്കെ അല്ലേ? വൈപ്പർ ഒറ്റയ്ക്ക് താഴോട്ടാക്കിയാൽ ഒരിക്കൽ നമുക്ക് മറ്റേ സൗണ്ട് നോക്കിയാലോ. അതായത് മൂപ്പര് കുറെ കലാകാരന്മാരെ സൗണ്ടൊക്കെ അനുകരിക്കും. നമുക്ക് ആരെല്ലാം നോക്കാം. ഇപ്പൊ ആരാ നോക്കുന്നത്? നമുക്ക് നമ്മുടെ സിനിമയിൽ കൊടക്കമ്പിയായിട്ട് വന്ന ഇന്ദ്രൻ ചേട്ടല്ലേ, ഇന്ദ്രൻ ചേട്ടൻ്റെ പഴയൊരു ശബ്ദം ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാം. ഓക്കെ അല്ലേ? മുതലാളി കല്യാണത്തിന് ആടുതിയൊന്നും വിളിച്ചിട്ടുണ്ടല്ലേ? മുട്ടനാടിന്റെ കഴുത്തിലെ ചോറ് പിടിച്ചാണ് ആടുത നമുക്ക് ഇത്ര ശക്തി നീ കേട്ടു. നേരാണോ മുതലാളി? പിന്നെ നമ്മുടെ സിനിമയുടെ ഒക്കെ മുതുമുത്തച്ഛനായിട്ട് പല്ലൊന്നും ഇല്ലാണ്ട് മോണ കട്ടിച്ചിരിക്കുന്ന ഒരു അപ്പൂപ്പനുണ്ട്, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് KTS പടനയിൽ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൺമണി എന്നുള്ള സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ ഒന്ന് ചെയ്യാണ്. 4 വയസ്സ് പ്രായമുള്ളപ്പോ കണ്ടതാണ് ഞാനിവരെ. താളം കൈമാർ നേരത്തെ അതിന്റെ കണ്ടിരുന്നെങ്കിൽ അവർ ചോര തുപ്പി ചത്തേനെ. പിന്നെ നമ്മളെ വിനയ് ഫോർട്ട് ഉണ്ടല്ലോ, വിനയ് ഫോർട്ട്. ജസീല, നീ വളരെ നന്നായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര പവർഫുൾ നീ പഠിപ്പിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുട്ടി, നിനക്ക് വളരെയധികം കഴിവുണ്ട് വണ്ടി പഠിപ്പിക്കുന്നതിനൊക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഈ വണ്ടി ഇങ്ങനെ പാളിങ്ങ് പോകും. ആ കാറൊക്കെ കണ്ടോ, വളരെ സിമ്പിൾ ആണ്, ഭയങ്കര പവർഫുൾ. പിന്നെന്ന് വെച്ചാല് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയില് നമ്മുടെ സലീം കുമാറായിട്ടൊരു നല്ലൊരു ഡയലോഗ് പങ്കുവെച്ച നടനാണ് കലാഭൻ ഹനീഫ് ഖാൻ. അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നീ നന്നായ നിന്റെ വീട് നന്നായി, വീട് നന്നായ ഇന്നാട് നന്നായി, ഇന്നാട് നന്നായ ഈ ലോകം നന്നായി. എന്റെ പേര് ശശി, ഞാൻ മാറ്റി സോമൻ. ചെയ്യുന്നുണ്ട്, പ്രേമകുമാർ ഒക്കെ ചെയ്യുന്നുണ്ട്, പഴയ പ്രേമകുമാർ. അമ്മക്കുട്ടി, അമ്മക്കുട്ടിക്ക് ലോട്ടറി തന്നു, അമ്മാവനെ പൊട്ടിയെ പോലെ തല്ലിയ ദിവസം. അമ്മാവ്
അത് പഠിച്ചു വരുന്നത്രേ. ഒരു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ആ ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങ് പോയിക്കോളും. പ്രാക്ടീസിൻ്റെ ഓർമ്മ ഞാൻ അധികവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മറ്റേ പ്രകൃതി, നാച്ചുറൽ സൗണ്ട്സ് ആണ്. പ്രകൃതി ശബ്ദങ്ങൾ കുറേ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞാല് നമ്മളിപ്പോ ഈ മഴക്കാലത്ത് തവളയെല്ലാം അതേപോലെ കുറച്ച് വ്യത്യാസമാണ് താറാവ്. അതുപോലെ ഇതിന് ചെറിയൊരു വ്യത്യാസമാണ് മണവാട്ടി തവള. പിന്നെ നമ്മള് വീട്ടിലെല്ലാം കാണുന്ന കോഴി, ഇപ്പം പിടക്കോഴിയൊക്കെ മുട്ടയിടാനായിട്ട് കൊക്കിരിക്കലുണ്ട്. അപ്പൊ ഈ മുട്ടയിലിട്ട ശേഷം കോഴി ഒരു സൗണ്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഈ ഇടുന്ന മുട്ടയെല്ലാം നമ്മൾ കാപ്പിൽ വെക്കും. അപ്പൊ കാപ്പിൽ വെക്കുന്ന സമയത്ത് കോഴീനെ ആരെങ്കിലും ശല്യം ചെയ്യാൻ പോയ കോഴി പറയും ഒരു സൗണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കോഴി മുട്ട വിരിയും. അപ്പൊ ഇതേ കോഴിക്കുഞ്ഞിൽ നിന്നും ചെറിയ ഡിഫറൻസ് ആണ് നമ്മളെ മാടപ്രാവിന്റെ എല്ലാം കുഞ്ഞ് കരഞ്ഞാൽ. അപ്പം അതിൽ നിന്നും കുറച്ച് നല്ല വ്യത്യസ്തമുള്ള നമ്മളൊരു വളർത്തു മൃഗമാണ് ആട്. അതിൽ തള്ളയാടിന്റെ ശബ്ദം അപ്പം അത് കുഞ്ഞാടാകുമ്പോൾ കുറച്ച് സൗണ്ട് കുറയും. ഇതെല്ലാം കൂടി തൊണ്ട കുറച്ച് വയസ്സനായ മുട്ടനാടുണ്ട്. അങ്ങനെ അതുപോലെ ഇപ്പം ആട് മലയാളം സംസാരിക്കും. ഇപ്പം ജസീലെന്ന് വേണമെങ്കിൽ എൻ്റെ ആട് വിളിക്കും. ജസീലെന്ന് എൻ്റെ ആട് വിളിക്കും. നമുക്ക് കേൾക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? അതുപോലെ ഈ പാമ്പ്, നമ്മ തവളന്റെ സൗണ്ട് ചെയ്തു. ഈ പാമ്പിന്റെ വായിൽ തവള കരയുന്ന വേറൊരു ശബ്ദമുണ്ട്. നമ്മളിപ്പോ രാത്രികാലങ്ങളെല്ലാം ഒരു ശ്മശാനമായ ഒരു രീതിയിൽ നായി പറയും. കോമഡി ഉത്സവം മനോരമയിൽ അങ്ങനെ കുറെ ചാനലിൽ പരിപാടിക്ക് ഉണ്ടായി. കോമഡി ഉത്സവത്തിലൊക്കെ ഉണ്ടായി. മൂപ്പരെ ഫേസ്ബുക്ക് ഉണ്ട്, പ്രദീപ് ഖാൻ പയ്യന്നൂർ. ആ ചാനലിൽ ആ ഫേസ്ബുക്കിൽ ജസ്റ്റ് നോക്കിയാലും ഇതേപോലത്തെ കുറെ വീഡിയോസും കാര്യം അതുപോലെ കോമഡി ഉത്സവത്തിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലോ ആയിക്കോ. സ്ലോ ആക്കി നിർത്തി ക്ലച്ച് കൂട്ടിയിട്ട് സെക്കൻഡ് ഇട്ടു ഫസ്റ്റ് ആയിട്ടല്ലേ? കുഴപ്പമില്ല. സ്പോട്ടിൽ പെട്ടെന്ന് സെക്കൻഡിലേക്ക് ഇട്ടെടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ ഇല്ല ഇത് കേട്ടോ. ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ 4 തന്നെ. സ്പീഡ് തന്നെ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നേരെ 4 നോക്കണ്ട. എന്നാലും അന്നത്തെ കുറച്ച് ബെറ്റർ ആയിട്ടില്ലേ? ബെറ്റർ ആയില്ല. എന്നാലും നിന്നെ പോലെ ആള് നാട്ടിലെ വലിയ കാര്യമാണ് നമ്മളെ പോലെ ആൾക്കാർക്ക്. കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള്, പ്രായത്തിലല്ലല്ലോ എക്സ്പീരിയൻസ്, ചെയ്യുന്ന കാര്യത്തിലല്ലേ. അവരോട് പോയി പണി നോക്കാൻ പറയാം. ഒരിക്കലും മറ്റുള്ളവർ നന്നാവാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത്തരം ആൾക്കാർ. നമുക്ക് എപ്പോഴും അതായത് നമുക്ക് ഒരു നമ്മളിപ്പോ അവരൊന്നും ചെയ്യാനും പോകുന്നില്ല. നമ്മൾ അങ്ങനെ നെഗറ്റീവ് അടിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായി. അതായത് അതിലൊറ്റ അർത്ഥമില്ലോ അതിനല്ലോ, അസൂയ എന്ന് പറയും. അതന്നെ, അത് നമ്മൾ കാര്യമാക്കുന്നില്ല. നമുക്കിപ്പോ ഇതിപ്പോ എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിച്ചു, അതായത് മൂപ്പനൊക്കെ വലിയൊരു പരിചയമൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ടൗണിൽ നിന്ന് കണ്ടു. നിനക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്. നമുക്ക് ഒരാളെ കണ്ടാല് നമുക്ക് കാണാൻ മനസ്സിലാവും. പോസിറ്റീവ് എനർജി ഉണ്ട്. പിന്നെ എനിക്ക് നല്ല ഒരുപാട് കഴിവുണ്ട്. പിന്നെ എനിക്കെല്ലാം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ ആവാന്ന് പറഞ്ഞാൽ അതിനോടൊരു കമ്മിറ്റ്മെന്റ് ആണ്, ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്.
ഞാൻ ഹെവി ലൈസൻസ് എടുക്കാനും വിചാരിക്കുന്നു. ആവട്ടെ, ഇൻഷാല്ലാ പഠിച്ചോണ്ട് നസീബ് കൊണ്ടല്ലോ നടക്കട്ടെ. പെട്ടെന്ന് ദുആ ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പം റോഡ് മേലെ എടുക്കുന്ന ഏകദേശം ലെവലായി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ആയിട്ടില്ല, എന്നാലും നമുക്കിനി വേറൊരു റോഡുണ്ട്, അതായത് നമുക്ക് ഫുള്ള് കുറച്ച് വളവില്ല റോഡുണ്ട്. ആ റോഡിൽ നമുക്ക് ഓടിച്ചിട്ട് അതും കൂടി ലെവലാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നല്ലൊരു വളവാണ്. നിർത്തണ്ട, വെഹിക്കിൽ വണ്ടി സെക്കൻഡ് ആക്കണം. അത് നല്ല വളവാണ്. ഇപ്പൊ സെക്കൻഡ് കിട്ടും, നിർത്താണ്ട് സെക്കൻഡ് കിട്ടും. വണ്ടി പോട്ടും ഇപ്പുറത്തെ ഭാഗത്തോടെ അടുപ്പിച്ചിട്ട് വളച്ചോ. അപ്പുറത്ത് നല്ല വണ്ടിയാണ്. ആക്സിലേറ്റർ കൊടുക്കും, ആക്സിലേറ്റർ ഇങ്ങനെ കയറ്റം വരുമ്പോ ഇല്ല, ഇത് 20 പിന്നെ ചാടാക്കാം. കയറ്റത്തിന് ഗിയർ മാറ്റണോ വെച്ചിട്ടായിരുന്നു. അതൊന്നും പ്രശ്നമില്ല. ചവിട്ടി കൊടുക്കും, ചവിട്ടിക്കോ. ഇപ്പം മാക്സിമം ഫുള്ള് ചവിട്ടാം, അതൊന്ന് സ്പീഡാവുന്ന ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഗിയർ കയറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ ബൈക്കിന്നും കാറിനും വ്യത്യാസമായിട്ട് തോന്നുന്നത് ഭയങ്കര സ്പീഡാണെന്ന് തോന്നിപ്പോ. ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത്ര സ്പീഡിൽ പോവാത്ത ഒരു പരിചയം കൊണ്ട് അത് ആ ഒരു ഇത് വരുന്നു. റോഡൊക്കെ നമ്മൾ നോക്കണം. അതായത് ഈ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തും ഇതിന്റെ 2 ടയർ. വണ്ടി നല്ലോണം സ്ലോ ആയി, നേരെ ഡൗൺ ആയിക്കും. ഫോർത്ത് 20-ലെത്തി. നേരെ 3rd-ലേക്ക് ഇടും. അതായത് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ടയർ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്, ഇപ്പുറത്തത് ഈ ഒരു ഭാഗത്തും. അപ്പം ആ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മൾ റോഡിൽ എടുത്താൽ മതി. ഇതിപ്പോ വരാൻ ഇപ്പുറത്തല്ലേ റോഡ് കണക്കായിട്ട് ആക്കിയാലും വരൻ്റെ ഈ സൈഡിൽ ടയർ കണക്കല്ലേ. ഫാസിലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ വണ്ടി ഇങ്ങോട്ട് നമ്മളെ ഈ ഇൻഡിക്കേറ്ററിന്റെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഈ ലൈറ്റ് ഇതില്ല, നിങ്ങൾക്ക് ലൈറ്റ് ഇങ്ങനെ നല്ല കിട്ടും, നല്ല കിട്ടും. വളവിൽ മാറ്റാൻ പഠിക്കണം. 40 കഴിഞ്ഞാൽ പിന്നെ 3-ൽ പോലെ പാടില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും മറ്റു കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കുക. അതുപോലെ ഒരുപാട് വെറൈറ്റി വീഡിയോകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രാങ്ക് പോലെയുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതിലും കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നു. ഓക്കെ ഗൈസ്.